ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പുതുവർഷത്തെ കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണാമെന്ന് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു പലർക്കും. എന്നാൽ നമ്മുടെ ഉദ്ദേശമല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്ന് വേണം കരുതുവാൻ. ദൈവത്തിൻ്റെ കൃപയും ദയയും ദൈവത്തിൻ്റെ നടത്തിപ്പും നമ്മളിൽ വീണ്ടും പ്രത്യക്ഷമാകുവാൻ തക്കവണ്ണം വീണ്ടും ഒരു വർഷം നമ്മുടെ മുമ്പിൽ കർത്താവ് ദാനമായി തന്നിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല പുതുവർഷത്തിൽ പ്രവേശിച്ചത്. ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളും ഇല്ലെങ്കിൽ ചലിക്കുന്നതും ചരിക്കുന്നതുമായ സകല പ്രാണികൾ സഹിതം പുതുവർഷ പുലരിയുടെ സന്തോഷം അവരെല്ലാം അനുഭവിച്ചറിയുന്നുണ്ട്. ആയുസ്സിൻ്റെ ഘടികാരത്തിൽ ഒരു നിഴൽപ്പടിയുടെ നമ്മൾ മുൻപോട്ട് പ്രവേശിച്ചു. സകലരും, ജീവനുള്ളവരെല്ലാം. ഈ പുതുവർഷം സകല മനുഷ്യരിലും ഭാഷ്യമില്ലാത്ത ഇല്ലെങ്കിൽ ശബ്ദമില്ലാത്ത ഒരു ഭാഷ സംസാരിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ ഭാഷ എന്നറിയാം? ഒരു വാക്ക്, ഇന്നു മുതൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ എന്ന് പറയുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ കഴിവുള്ള ഏത് മനുഷ്യരും അവനിൽ പുതുവർഷം കടന്നു വന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഇന്നു മുതലും ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യാത്തവരുടെ ഇന്നു മുതലും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ ഇന്നു മുതൽ എന്നുള്ളത് അവരെ ദൈവത്തോട് അടുപ്പിക്കുന്ന പല വഴികളായി അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ച് വലിയ ജ്ഞാനങ്ങളും അറിവും താല്പര്യവും ഇല്ലാത്ത മനുഷ്യരുടെ മുൻപിൽ ഇന്നു മുതൽ എന്നുള്ളത് ഒരു വാക്ക് അവരുടെ ജീവിതത്തിൽ എന്തിനെയോ തേടിപ്പിടിക്കുവാൻ, ആഞ്ഞുപിടിക്കുവാൻ, സ്വായത്തമാക്കുവാൻ അവരുടെ ബുദ്ധിയും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അവർ നന്നായി പരിശ്രമിക്കുന്ന ദിനരാത്രങ്ങളായി അവരുടെ മുൻപിൽ അവശേഷിക്കും. നമുക്കോ ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. യോശുവയോട് ദൈവം പറയുന്നതായ ഒരു വാക്ക്, ഞാൻ ഇന്ന് മുതൽ നിന്നെ വലിയവനാക്കി തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷകരമായ ഒരു വാക്ക്. ഈ പ്രത്യാശയാണോ ഈ പുതുവർഷത്തിൽ ദൈവം നമുക്ക് തരുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ എന്നുള്ളതായ ഒരു ഭാഷ, ഒരു വാക്ക് നമ്മുടെ അന്തരംഗങ്ങളിൽ മന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുവാനുള്ളതായ ഒരു ദൈവിക വാഗ്ദത്തം, ഇന്നു മുതൽ ഞാൻ നിന്നെ വലിയവനാക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ എപ്പോഴും വലിയവനാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യർ നമ്മെ ചെറിയവരാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവൻ എന്നേക്കാൾ വലിയവനാകാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റുള്ള വലിയ മനുഷ്യരെ കാണുവാൻ അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വേറൊരു ചിന്താഗതിയാണ്, അസൂയ അല്ലെങ്കിൽ കണ്ണുകഴി. വേദപുസ്തകം അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ദാവീദിനോട് ശൗലിന് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം ഒരു ബാലനായ ഒരു കൊച്ചു പയ്യൻ വന്ന് ഫെലിസ്ത്യ പ്രഭുവായ അല്ലെങ്കിൽ ഫെലിസ്ത്യരുടെ മല്ലനായ ഗോല്യാത്തിനെ ഒറ്റ ഏറിന് താഴെയിട്ടു. ശൗൽ രാജാവിന് വളരെ താല്പര്യം. അവനെക്കുറിച്ച് അന്വേഷിച്ചു. ഇവൻ ആരാണ്? എവിടുത്തുകാരനാണ്? ആരുടെ മകനാണ്? ഇവൻ എന്ത് ജോലി ചെയ്യുന്നു? ഇവനെ പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. പെട്ടെന്ന് ശൗൽ ദാവീദിനെ അഡാപ്റ്റ് ചെയ്തു. കൊട്ടാരത്തിൽ നിന്ന് മാറിപ്പോകരുത്, രാജകുമാരന് തുല്യനായി ശൗൽ അവിടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തു. ദാവീദ് വലിയൊരു പുരുഷനായി, യൗവനക്കാരനായി, ആരോഗ്യമുള്ളവനായി, പ്രഗത്ഭനായി. ശൗലിന് വീണ്ടും അങ്ങ് സ്നേഹം വർദ്ധിക്കാൻ തുടങ്ങി. ശൗലിൻ്റെ മനസ്സിൽ ഒരു ചിന്ത, ഈ മിടുക്കനെ കൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കണം. ശൗലിൻ്റെ മകളായ മീഖളിനെ ദാവീദിന് ഭാര്യയായി കൊടുത്തു. അത്രയ്ക്ക് സ്നേഹം. നമ്മളൊരു ചെറുപ്പക്കാരനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചിന്ത, എൻ്റെ മകളെ കൊണ്ട് ഇവനെ വിവാഹം കഴിപ്പിക്കണം. നമുക്കൊരു മകളുണ്ടെങ്കിൽ, പ്രായമായ ഒരു മകളുണ്ടെങ്കിൽ നമ്മുടെ ചിന്ത എങ്ങനെയാണ്? ഒരു മിടുക്കനായ, കോമളനായ, സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ നമ്മുടെ മനസ്സിലൊരു ചിന്ത, ഓ എൻ്റെ മകൾക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ.
അങ്ങനെ ശൗലും ആലോചിച്ചു, ദാവീദിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അത്രയ്ക്ക് സ്നേഹം കൂടി. പക്ഷെങ്കിൽ ഏറെ നാൾ കഴിയും മുമ്പ് പൊതുജനത്തിൻ്റെ ഇടയിൽ ഒരു സംസാരം, ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഒരു പാട്ട് കേട്ടു. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. പ്രൈസ് ദി ലോർഡ്. മതി. ആ വാക്കുകൊണ്ട് സകല സ്നേഹവും അവിടെ അസ്തമിക്കുകയാണ്. അന്ന് മുതൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് ശൗലിൽ കണ്ണുകടി തുടങ്ങി. മരുമകനാണ്, സ്നേഹിച്ചവനാണ്, നേരത്തെ ഇഷ്ടമായിരുന്നു, താല്പര്യത്തോടെയാണ് കൊട്ടാരത്തിൽ കൊണ്ടുവന്നത്. കാര്യമൊക്കെ ശരിയാ. പക്ഷെങ്കിൽ അവിടെ ഇതാ ഒരു പ്രത്യേകമായ മൂന്നാമതൊരു വ്യക്തി അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് ആൾരൂപമില്ല, ഭാവമില്ല, സംസാരശേഷിയില്ല, ഒന്നുമില്ല. പക്ഷെങ്കിൽ ചില കഴിവുകൾ ആ വ്യക്തിയിൽ അടങ്ങിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് കണ്ണുകടി. പ്രൈസ് ദി ലോർഡ്. ശൗലിനേക്കാൾ അവൻ മരുമകനാണ്, ദാവീദ് മരുമകനാണെങ്കിലും ശൗലിനേക്കാൾ വലിയവനാകുന്നത് ഇഷ്ടമല്ല. എന്നാൽ ദൈവമോ ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത്, യോശുവയോട് ദൈവം പറയുന്നത്, ഇന്നു മുതൽ ഞാൻ നിന്നെ വലിയവനാക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മെ വലിയവനാക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വർഷമായി ഈ വർഷം നമ്മുടെ മുൻപിൽ ദൈവം വയ്ക്കുകയാണ്. നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ആ ദൈവത്തോട് അടുക്കാൻ കഴിയുമോ? ദൈവം നിന്നെ വലിയവനാക്കാൻ ആഗ്രഹിക്കുന്നു, ചെറിയവനല്ല. ഇപ്പോഴുള്ളതായ നിന്റെ ചെറിയത്വത്തിൽ നിന്ന് ദൈവം നിന്നെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നത്. എവിടം വരെ? ഒരു വിശാലമായ ചിന്താഗതിയിൽ, ഒരാശയത്തിൽ, ഒരു കഴിവിൽ, ഒരു ജ്ഞാനത്തിൽ, ഒരു നടത്തിപ്പിൻ കീഴിൽ ജനത്തെ മുഴുവനും ആവഹിച്ച് ഉൾക്കൊണ്ട് നടത്തത്തക്ക ഒരു വീരനായ, ധീരനായ, രാജത്വമുഖമുള്ള ഒരു വ്യക്തിയായി നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോശുവയോട് ദൈവം പറയുകയാണ്, ഇസ്രായേൽ ജനം മുഴുവനും മനസ്സിലാക്കണം, ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്നുവെന്ന്. മോശയോടുകൂടെ നടന്ന് എൻ്റെ കൂടി നടപ്പ് അതുകൊണ്ട് അവസാനിച്ചില്ല എന്ന്, നിന്റെ സാന്നിധ്യത്തും നിന്നിലും ഞാൻ എൻ്റെ സാന്നിധ്യം തുടങ്ങിയിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കേണ്ടതിന് എനിക്കൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിന്നെ വലിയവനാക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ യേശു പത്രോസിനെ കണ്ടുമുട്ടി. ഗന്നേസരത്ത് ആ കടൽക്കരയിൽ ഇരിക്കുമ്പോൾ പത്രോസ് താനും തൻ്റെ ചില കഴിവുകേടുകളെയും പരാജയങ്ങളെയും പിറുപിറുത്തും കൊണ്ട് പടകിലിരുന്നു കൊണ്ട് വയലിൽ ആ വലകളെല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്നതായ സമയത്ത് യേശു പത്രോസിനെ കണ്ടുമുട്ടി. അവൻ്റെ പരാജയങ്ങളെക്കുറിച്ച് അവൻ സംസാരിക്കുന്നത് യേശു കേട്ടു. അവൻ്റെ പടകിൽ കയറി ഇരുന്നു കൊണ്ട് പല ഉപദേശങ്ങൾ കൊടുത്തു. പരാജയങ്ങൾ മറന്ന് വേറൊരു വ്യക്തിയുടെ ഉപദേശം അനുസരിച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പത്രോസിന് മനസ്സിലാക്കി കൊടുത്തു. പെരിയ മീൻകൂട്ടത്തെ പിടിക്കുവാൻ പത്രോസിന് ഉപദേശം കൊടുത്തു. പത്രോസ് അത് അനുസരിച്ചപ്പോൾ ഇതാ വല കീറുമാറ് വലിയ പെരുത്ത മീൻകൂട്ടം അവൻ്റെ വലയിൽ കയറി. പത്രോസ് ഉടനെ യേശുവിനോട് പറയുകയാണ്, നാഥ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, ഒരു ചെറിയ മനുഷ്യനാണ്. നിന്റെ വാക്കിൻ്റെയോ ആശയത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ ബുദ്ധിയുടെയോ അടുത്തെങ്ങും വരാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീ എൻ്റെ അടുത്ത് നിന്ന് പോകണം. പക്ഷെങ്കിൽ ദൈവം നിന്റെ പടകിൽ കയറിയത് നിന്നിൽ നിന്ന് പോകാനല്ല, നിന്നെ ചേർത്ത് പിടിക്കാനാണ്. അതുകൂടാതെ പത്രോസിനോട് കർത്താവ് പറയുന്നതായ ഒരു വാക്ക്, പത്രോസേ, ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് യാതൊരു പരിചയവുമില്ല. അതെങ്ങനെയാണ്, എന്താണ് അതിന് ഉപോത്ബലകമായി തന്നിൽ ഉൾക്കൊള്ളേണ്ടതായ പ്രാക്ടീസ് എന്തൊക്കെയാണ്, ട്രെയിനിങ് എന്താണ്, യോഗ്യത എന്താണ്, ഇതൊന്നും പത്രോസിന് അറിയില്ല. പത്രോസിനോട് പറയുകയാണ്, നിന്റെ ജോലി ഇന്നു മുതൽ ഞാൻ മാറ്റും. ഇന്ന് വരെ അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ രാത്രി വരെ നീ മത്സ്യം പിടിക്കുന്നവനാണ്. അതിനകത്ത് എന്തെല്ലാം പാകപ്പിഴകാണ് വന്നിട്ടുള്ളത്. നിന്റെ ബുദ്ധി പലപ്പോഴും പ്രവർത്തിക്കാതിരുന്നിട്ടില്ലേ? കഴിവുകേടുകളെ നിനക്ക് അതിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? നീ ചെറുതായി പോയ മറ്റു മുഖ്യന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ മീൻപിടുത്തക്കാരുടെ മുൻപിൽ നീ ചെറുതായി പോയ പല സാഹചര്യങ്ങളും ഉണ്ടായില്ലേ? എന്നാൽ ഇതാ ഞാൻ നിന്നെ വലിയവനാക്കുന്നു. ഈ നാട്ടിലും ലോകത്തിലുമൊന്നും ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ, ഈ ഒരു ഉദ്യോഗത്തിൽ കൂടെ ജോലി ചെയ്യുന്നവരാരുമില്ല. വരൂ, ഞാൻ ഇന്ന് മുതൽ നിന്നെ വലിയവനാക്കും, നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പുതിയ വർഷത്തിൽ 2026 ദൈവം നമുക്ക് തരുന്നതായ വലിയ ഒരു സാന്നിധ്യബോധം,
അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുന്നത് ഈ 2026 നമ്മെ പ്രവേശിപ്പിക്കുമാറാക്കിയതിൻ്റെ മുഖ്യ കാരണം ദൈവം നമ്മോട് വെളിപ്പെടുത്തി പറയുകയാണ്, ഞാൻ നിന്നെ വലിയവനാക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ ഇതുവരെയും നിനക്ക് പ്രതീക്ഷിക്കാത്ത വലിയൊരു ഭാവം നിന്റെ ജീവിതത്തിൽ കർത്താവ് കൊണ്ടുവരികയാണ്, വലിയവനാക്കുവാൻ. അതിനൊരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. എന്താണെന്ന് അറിയാമോ? നിന്നെ ഞാൻ വലിയവനാക്കുന്നതിനാൽ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടി ഇരിക്കുന്നതിനാൽ ജനങ്ങൾ ഭയമുള്ളവരാകണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം നമ്മെ വലിയവനാക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, സകല ജനങ്ങളെയും സകല മനുഷ്യരെയും ദൈവം തൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മിൽ ദൈവം വലിയവനായ ദൈവം നമ്മെ വലിയവനാക്കുന്നു. അതിന് യോശുവ ദൈവത്തിന് കൊടുക്കുന്ന ഒരു പ്രതിബുദ്ധി, അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ ദൈവത്തിന് എന്ത് കൊടുക്കും? നമ്മെ ഒരാൾ വലിയവനാക്കിയാൽ, ഒരു മന്ത്രിയാക്കിയാൽ, ഒരു രാജാവാക്കിയാൽ, ഒരു ലോകത്തിൽ ഒരു ഉന്നത മനുഷ്യരാക്കിയാൽ, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാക്കിയാൽ, അങ്ങനെ ആക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിപത്തി ചെയ്യണമല്ലോ. യോശുവ കൊടുത്ത ഒരു പ്രതിബദ്ധമുണ്ട്. എന്താണെന്നറിയാമോ? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ജീവകാലമൊക്കെയും 10 ദിവസത്തേക്കല്ല, ഒരു ദിവസത്തേക്കല്ല, ഞങ്ങളുടെ ജീവിതകാലമൊക്കെയും തലമുറയായി ഞങ്ങൾ ദൈവത്തെ മാത്രം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവം നിന്നെ വലിയവനാക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ അങ്കുരിക്കേണ്ടതായ, ഉണർന്നു വരേണ്ടതായ, ഉയർന്നു വരേണ്ടതായ ഒരാശയം, നീയും നിന്റെ കുടുംബവും ദൈവത്തെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്. അതിന് മാത്രം നിങ്ങൾക്ക് അർഹതയുള്ളവരാണ്. അതിനുവേണ്ടി മാത്രം നിങ്ങൾ നിയമിക്കപ്പെട്ടവരാണ്. വേറെ ഒന്നിലും നിങ്ങൾക്ക് വിട്ടുപോകുവാൻ സാധ്യമല്ല. കാരണം നിന്നെ വലിയവനാക്കിയത് ദൈവമാണ്. നീ വലിയവനായതിനു ശേഷം ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ സാധ്യമല്ല. കാരണം ദൈവം നിന്റെ പടകിൽ ഇരിക്കുകയാണ്, ദൈവം നിന്നോട് സംസാരിക്കുകയാണ്, ദൈവം നിന്നോടുകൂടെ സഞ്ചരിക്കുകയാണ്. നീ നിന്നെ തന്നെ പുകഴ്ത്തിയാൽ, നീ നിന്നെ തന്നെ വലിയവനെന്ന് കണ്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് മാറാൻ നോക്കിയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ വിട്ടുകളയുകയില്ല, നിന്നെ മുറുകെ പിടിക്കും. നിന്നെ സേവിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ദൈവം നിന്നെ ആദ്യ ഫലമായി തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ആത്മാവീയ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നീ ചെറിയവനായിരുന്നു, ഒരു ദാസനെ പോലെ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ, ഒരു ജ്ഞാനവും ബുദ്ധിയും ഒന്നുമില്ലാത്തവനെ പോലെ, നിന്റെ കഴിവുകളെ ഓർത്ത് പലപ്പോഴും ഭാരപ്പെടുന്നവനായി, നിന്റെ ബുദ്ധിയും കഴിവുകളും പരിചയങ്ങളും എല്ലാം പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുന്നവനായിരുന്നു. പക്ഷേ നിന്റെ ഉള്ളിൽ ഒരാഗ്രഹം എന്താണെന്നറിയാം? ഇന്ന് മുതൽ അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു വ്യക്തത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, ഇന്നു മുതൽ. എന്താണ് ഇന്നു മുതൽ? പല ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുവാനുള്ള ഒരു ആഗ്രഹമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അത് എത്തിപ്പിടിക്കുവാനുള്ള ഒരു വ്യാമോഹമോ, എന്തോ നമ്മളറിയാതെ ഒരു ഭാഷ നമ്മുടെ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്താണെന്നറിയാമോ? ഇന്നു മുതൽ പല പുതുവർഷങ്ങളും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഈ വാക്ക് നിന്റെ ഹൃദയത്തിൽ നീ സംസാരിച്ചു. നീ അറിയാതെ നിന്നിൽ സംസാരിച്ചു, നിന്റെ അന്തരംഗത്തിൽ സംസാരിച്ചു. ഇന്നു മുതൽ പക്ഷേ ഒരു ദിവസം ദൈവം നിന്നിലെ ഇന്നു മുതൽ എന്നുള്ളതായ ഒരു വാക്ക്, നിന്നിലെ ആഗ്രഹം, നിന്നിലെ ശബ്ദം, നിന്നിലെ ആശയം ദൈവം ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തുകൊണ്ട് ദൈവം നിന്നോട് പറയുന്നത്, ഇന്നു മുതൽ ഞാൻ നിന്നെ വലിയവനാക്കും. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏറ്റുകൊള്ളുവാൻ സന്മനസ്സുള്ള, ആഗ്രഹമുള്ള, പ്രത്യാശയുള്ള, നിശ്ചയബോധമുള്ള വ്യക്തികളാരോ അവരെ ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ദൈവം വലിയവരാക്കിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ പോകും. അവർക്ക് ദൈവത്തിന് തിരിച്ചു കൊടുക്കുവാൻ ഒരു പ്രതിബദ്ധതയുണ്ട്, ഒരു കടപ്പാടുണ്ട്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ദൈവത്തെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ വേർതിരിപ്പിക്കപ്പെട്ട ജനമേ, വേർതിരിച്ച ജനമേ, ദൈവം വിളിച്ച ജനങ്ങളെ, ദൈവം തൻ്റെ സ്നേഹത്താൽ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിന് നിങ്ങളോടുള്ളതായ ഒരാഗ്രഹം പോലെ നിങ്ങൾക്കും ദൈവത്തോടുള്ളതായ ഒരാഗ്രഹം അത് നിർബന്ധമായും ദൈവം ആവശ്യപ്പെടുന്നു. നീ എന്നെ സ്നേഹിക്കുമോ? നീ എന്നെ സേവിക്കുമോ? നീ എന്നെ വിട്ടു മാറുമോ? നിന്റെ കടപ്പാടുകളിൽ നീ നിറവേറ്റുമോ? ദൈവത്തിന് നിന്നിൽ നിന്ന് കേൾക്കുവാനുണ്ട്. യെസ് കർത്താവേ, ഇന്ന് മുതൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കും. ഇന്ന് മുതൽ നീ എന്നെ വലിയവനാക്കുന്നതിനാൽ ഞാനും എൻ്റെ കുടുംബവും ഒരു തീരുമാനമെടുക്കുന്നു. ഞങ്ങൾ നിന്നെ മാത്രം സ്നേഹിക്കും, സേവിക്കും. ആ വലിയ നിത്യ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ഈ വർഷം നിന്നെ സഹായിക്കുമാറാകട്ടെ, നിന്റെ തലമുറകളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.